നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായി ദർശനടുത്തി? അവളോട് സംസാരിച്ചോ? എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? എന്തു പറയാൻ? ശ്രേയ പറയുന്നത് നിഖിൽ നുണ പറയാണെന്നാ. നീ വീണയുമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വെറുതെ എക്സ്ക്യൂസ് പറയുന്നതാന്ന്. ഇത് സ്ഥിരം അടവാണെന്ന്. അഞ്ജനയുടെ കാര്യത്തിൽ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. അതിനർത്ഥം അവളുടെ മനസ്സിൽ ഞാനില്ലെന്നല്ലേ? അവളെ ഞാൻ നിക്ക്. ശ്രേയ പറയുന്നത് കേട്ടാ നീയുമായിട്ട് അങ്ങനെ ഒരു റിലേഷനും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. എന്താ നിഖിലേ, നിന്റെ മനസ്സിലെ ആഗ്രഹമാണോ നീ പറഞ്ഞത്? അതോ വീണ വഴി കിട്ടാൻ പോകുന്ന സ്വത്തുക്കൾ കുറവാണെന്ന് നിനക്കിപ്പോ തോന്നുന്നുണ്ടോ? പവിത്രൻ സാറ് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ശ്രേയയ്ക്ക് വേണ്ടി. അവളുടെ സ്വത്ത് മണ്ണാൻ കട്ട. സ്വത്ത് മോഹിച്ചാ ഞാൻ അവളെ സ്നേഹിച്ചെന്ന് ദർശനടുത്തേക്ക് തോന്നുന്നുണ്ടോ? അവളുടെ പെട്ടെന്നുള്ള ഈ ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞ ഏട്ടത്തി ഇപ്പോ അവളെ പോയി അടിക്കും. അവളെന്താ ഇങ്ങനെ? സത്യം പറഞ്ഞ ഞാനിപ്പോ ശരിക്കും കൺഫ്യൂഷനില്ല. ആര് പറയുന്നതാ സത്യം? ആരെ വിശ്വസിക്കും? രണ്ടുപേര് പറയുന്നതും എനിക്കിപ്പോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് നിഖിലിന് അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട്. അല്ല, ഞാനിവിടെ വന്ന കാലത്തൊന്നും നിഖിൽ ഇവിടെ ഇല്ല. നിഖിലിനെ പറ്റി കൂടെയുള്ളവർ പറഞ്ഞതേ എനിക്കറിയൂ. ശരിയാ, ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. ചേട്ടത്തി പറഞ്ഞതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ശരിയേട്ടത്തി, എൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമായിരുന്നു. ദർശനേട്ടത്തി ഈ മരുവത്തൂരിൽ വന്നപ്പോൾ കണ്ടില്ലായിരുന്നോ ഈ വീട്ടിലെ അവസ്ഥ? തമ്മിലടിച്ചും പരസ്പരം വഴക്കിടാത്തയും ദിവസങ്ങളില്ല. ബാംഗ്ലൂരിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ പണ്ട് പഠിക്കാനായിട്ട് ചെന്നൈയിൽ വിട്ടു. പഠിക്കാതെ ഉഴപ്പി നടന്നു. അതുകൊണ്ട് എന്നെയും വിട്ടില്ല. വല്യമ്മ പോലും എതിർത്തു. എനിക്ക് വാശിയെ. ആരുടെയും ഒരു സഹായവും ഇല്ലാതെ ഞാൻ ബാംഗ്ലൂർക്ക് പോയി. പിന്നെ അതൊരു ഒഴുക്കാണ്. ഏത് ലക്ഷ്യത്തിലേക്കെന്നറിയാത്ത ചില പുഴകളെ പോലെ. ഒഴുക്കിൽപ്പെടുന്നവന് പിന്നെ മോചനമില്ല. ചെറുത്തും ഒഴിഞ്ഞു മാറുന്നവർക്കേ രക്ഷപ്പെടാനാവും. ഞാൻ ആ ഒഴുക്കിപ്പെട്ടു. എങ്ങോട്ടെന്നറിയാതെ ഒഴുകി. പക്ഷേ ശ്രേയയോടുള്ള എൻ്റെ സ്നേഹം അത് ജെനുവിനാ. ആ കാര്യത്തിൽ ഞാൻ 100% സിൻസിയറാണ്. അവൾ എന്നോടും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് അച്ഛനും പൗത്രനങ്ങളുമായിട്ടുള്ള വഴക്ക് അതാ അവളെ പ്രകോപിപ്പിച്ചെന്ന് അവൾ പറയുന്നു. അങ്കിളുടെ നേച്ചറും ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതാണല്ലോ. അന്നൊക്കെ അവൾ അങ്കിളിനെയും ഗിരിജ ആൻറ്റിയൊക്കെ എത്ര കുറ്റം പറഞ്ഞെന്നറിയോ? ശ്രേയയുടെ നേച്ചർ എനിക്കറിയാവുന്നതാ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാരക്ടർ അവളുടെ. അവസരത്തിനൊത്ത് മാറിക്കൊണ്ടേയിരിക്കും. എടതി, ശ്രേയയുമായിട്ടുള്ള എൻ്റെ സ്നേഹം സത്യമാണ്. ഇവിടെ വന്നിട്ടും ആദ്യമൊക്കെ എൻ്റെ ഫ്രണ്ട്സും കൂട്ടുകെട്ടും ബാംഗ്ലൂരിനേക്കാൾ കൂടുതൽ പറഞ്ഞു നടക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. അന്ന് എന്നെ പിടിച്ചു നിർത്തിയതും ഇങ്ങനൊരു ചേഞ്ചിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തതും ശ്രേയയാണ്. ഏട്ടത്തി നോക്കിക്കോ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഏട്ടത്തിക്ക് ഒരിക്കലും മനസ്സിലാവും. അങ്ങനൊരു ദിവസം വരും. അന്ന് എന്നെ വിളിച്ച് സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൈവിട്ടു പോയ മഹാഭാഗ്യവുമായി നിൽക്കുന്ന അവസ്ഥയിലാണ്. അച്ഛൻ, അമ്മ, അത് വേറൊരു ലോകമാണ്. അവരാരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആരും സ്നേഹിച്ചിട്ടില്ല. ദർശനേട്ടത്തി കുറച്ചൊക്കെ എന്നെ മനസ്സിലാക്കുന്നു. അതാണ് എൻ്റെ വിശ്വാസം. ഈ വീട്ടിൽ ആകെ എന്നോട് അലിവുള്ളവരടപ്പം. സ്വയം ചുട്ടും വേർത്തു ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർക്കാറ്റ് പോലെ ശ്രേയ എന്നെ സ്നേഹിച്ചു, എന്നെ മാറ്റിയെടുത്തു. ഇന്ന് എല്ലാവരെയും പോലെ അവളും എന്നെ വലിച്ചെറിഞ്ഞു.
വീണയുമായി നിഖിലിന്റെ കല്യാണമാണ്. വീണയെ മാറ്റി എന്നെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിഖിലിനോട് ഞാൻ എങ്ങനെ പറയും? പറയണം, പറഞ്ഞേ പറ്റൂ. എങ്ങനെ പറയും? അവൻ എന്നോട് കണ്ണീരോടെ അപേക്ഷിച്ചതാ. നിഷ്കരണം അവൻ പറഞ്ഞത് ഞാൻ തള്ളിക്കളഞ്ഞു. അവനുമായി ഇനി ഒരു ബന്ധവുമില്ലെന്ന് അമ്മയ്ക്കും അച്ഛനും വാക്കും കൊടുത്തു. എനിക്ക് ഇത് തന്നെ വരണം. നിഖിലിനോട് ഞാൻ കാണിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണിത്.